ചാമ്പ്യൻ രാവിലെ ഒരു പരാമർശം നടത്തിയിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിന് ചുമതലയും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പായി കൊടുത്തിട്ടില്ലായിരുന്നു. ഞാനതിനൊന്നും മറുപടി പറയില്ല. ഞാനെങ്ങനെ മറുപടി പറയണം? മനോവിഷമം കൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്കറിയാം, 45ഓളം പഞ്ചായത്തുകൾ, 2 അസംബ്ലി, ഒരു പാർലമെന്റ് രംഗത്തുണ്ട്. 40ഓളം പഞ്ചായത്ത്. എനിക്കൊരു പഞ്ചായത്ത് പോലും തന്നില്ല. ചാമ്പ്യൻ ലക്ഷ്യം വെക്കുന്നത് അങ്ങനെയാണ്. ആര് പറഞ്ഞു വിട്ടാലും അങ്ങനെ പോകുന്നതല്ല. ഇതെന്റെ വീടാണ്, നിങ്ങൾക്ക് വേണം പോകാം. ഇല്ല, ഞാനതിനൊന്നും മറുപടി പറയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ പറയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ നിർബന്ധിച്ച് ഞാൻ പറയും. ഞാനൊന്നും മറുപടി പറയും. വേറെ വല്ലതും ഉണ്ടോ? വേറെ ഏതിലും എന്റെ ഇലക്ഷൻ നടന്നപ്പോൾ 2 എംഎൽഎമാർ ഒരു പഞ്ചായത്ത് ഉണ്ടായിരുന്നു. അവർക്കൊന്നത് സനീഷ് ജോസഫും സജി ജോസഫും. ഞാനൊരു തീരുമാനമെടുത്തു. 45ഓളം പഞ്ചായത്തിൽ ഒരു പഞ്ചായത്ത് പോലും എനിക്ക് തരുന്നില്ലെങ്കിൽ ഞാന് പിന്നെ പാർട്ടി പറയാൻ എടുത്ത് പോകുന്നത് ശരിയല്ല. ഞാനൊരു MLA, പുതുപ്പള്ളിയിലെ ജനങ്ങൾ എന്നെ കൈനീട്ടി സ്വീകരിച്ചതല്ലേ. ഞാൻ നിങ്ങളോടൊപ്പമല്ലേ എല്ലാ പ്രവർത്തനവും നടത്തിയിരിക്കുന്നത്. ഈ നാട്ടിൽ ഐക്യം ഉണ്ടാക്കുവാൻ, സമാധാനം ഉണ്ടാക്കുവാൻ, ഇവിടുത്തെ കുട്ടികൾക്ക് നന്മ ഉണ്ടാക്കുവാൻ. ഞാൻ ഇവിടെ മാത്രമല്ല, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോയി പ്രവർത്തിക്കുന്ന നിങ്ങൾ കാണുന്നില്ലേ. ഈ നാട്ടിൽ സമാധാനം ഉണ്ടാവണം, മതത്തിന്റെ പേരിൽ സംഘർഷം ഉണ്ടാകരുത് എന്ന് പറഞ്ഞ വലിയ മഹത്തുക്കൾ ഈ നാട് ജീവിച്ചിരുന്നു. അത് ലോകമെമ്പാടും എത്തിക്കണം എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. അത് പറഞ്ഞ് പോകുമ്പോൾ ഇവിടെ ഈ തരത്തിലുള്ള ആക്ഷേപമാണ്. ഞാനൊന്നും പറഞ്ഞില്ല. 45 സ്ഥലങ്ങൾ ഒന്നിനും എന്നെ ഒന്ന് ചാർജ് തന്നു. ബാക്കിയുള്ള എല്ലാവർക്കും കൊടുത്തു. എനിക്കൊരു ചാർജ് തരാത്തത് ഞാനത് സൂചിപ്പിച്ചതിന്റെ പേരിൽ എന്നെ ഈ തരത്തിൽ ആക്രമിക്കുന്നത്, എന്റെ പിതാവിനെ ആക്രമിക്കുന്നത്. വേറെ ആരെയും നിങ്ങളെ കോൺഗ്രസ്സുകാരാണ് ഞാൻ കരുതുന്നില്ല. അങ്ങനെ ആക്രമിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ട് തന്നെയാണ് അസഹിഷ്ണുത പാടില്ല. ഗാന്ധി കാണിച്ചു തന്ന മാർഗം അസഹിഷ്ണുതയല്ല, സ്നേഹത്തിലെയാണ്. എന്റെ പിതാവിന്റെ മരണത്തിൽ പോലും ഒന്ന് ദുഃഖിക്കാൻ പോലും അവസരം തരാൻ അദ്ദേഹത്തിന്റെ രോഗത്തിൽ പോലും ഇവിടെ വാർത്തയുണ്ടാക്കിയവർ. ഞാൻ അതിലേക്ക് പോകുന്നില്ല, ഞാൻ വൈകാരികമായി പോകും. അതുകൊണ്ട് തന്നെ ഈ പാർട്ടിയും അതുപോലെ തന്നെയാണ്. എന്റെ ജീവൻ വേണേ കളയാം, പക്ഷെ കോൺഗ്രസ്സുകാരനെ തന്നെ ജീവിക്കും, കോൺഗ്രസ്സുകാരനെ തന്നെ മരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആര് പറഞ്ഞു വിട്ടാലും അങ്ങനെ പോകുന്നതല്ല. ഇതെന്റെ വീടാണ്, നിങ്ങൾക്ക് വേണേ പോകാം. ഞാനതിനൊന്നും മറുപടി പറയും. അത് KPCC പ്രസിഡന്റിനോട്. ഇല്ല, ഞാനതിനൊന്നും മറുപടി പറയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ പറയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ നിർബന്ധിച്ച് ഞാൻ പറയും. ഞാനൊന്നും മറുപടി പറയും. വേറെ വല്ലതും ഉണ്ടോ? വേറെ ഏതിലും പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടും ചാണ്ടിയുമൻ ചില കാര്യങ്ങൾ പറഞ്ഞു. അതായത് ഈ പുനഃസംഘടനയിൽ എല്ലാവർക്കും തുല്യ പ്രാധാന്യം ലഭിക്കണം. കാരണം നിലവിൽ ഞാൻ പുനഃസംഘടനയെ പറ്റി പറയാനുള്ള ആളല്ല. ഞാനല്ല അത് പറയേണ്ടത്. അത് KPCC AICC നേതൃത്വമാണ് അത്തരം കാര്യങ്ങൾ പറയാൻ. ഞാൻ അതിലൊന്നും സംസാരിക്കും.